സിസ്റ്ററെ നമ്മുടെ ഡെന്റിസ്ട്രിയിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് ലേസേഴ്സ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ നിന്ന് ലേസർ ഡെന്റിസ്ട്രി ഡിഫറെൻ്റ് ആകുന്നത്? അതായത് ദന്തചികിത്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളിൽ സാധാരണമായിട്ടുണ്ടാകുന്നൊരു ഭയമാണ് പല്ലിൻ്റെ വേദനയെക്കുറിച്ചും ബ്ലീഡിങ്ങിനെക്കുറിച്ചും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് വേദനയില്ലാതെ ബ്ലീഡിങ് ഇല്ലാതെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇത് ഫാസ്റ്റ് ഹീലിങ്ങിന് കാരണമാകുന്നു. പിന്നെ സ്റ്റിച്ച് ഇല്ലാതെ ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. സാധാരണ സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം വരും, പക്ഷേ ഡെൻ്റൽ ലേസേഴ്സിൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സുകൾ, അമിതമായ മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യം ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഉണ്ടാകുന്നില്ല. അനസ്തീഷ്യയുടെ ആവശ്യകത എന്തെങ്കിലും ഉണ്ടോ? അനസ്തീഷ്യ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. സാധാരണഗതിയിൽ ഒരു സർജറിക്ക് അനസ്തീഷ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്കൽ അനസ്തീഷ്യ എന്ന് പറയും, അതായത് തൊലിപ്പുറത്ത് മാത്രം അപ്ലൈ ചെയ്യുന്ന അനസ്തീഷ്യ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ പിന്നെ ഡീപ്പായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ ഇഞ്ചക്ഷൻ മോഡിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട്. നമ്മുടെ ലേസേഴ്സ് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് മെയിൻലി നമ്മൾ എസ്തെറ്റിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് ഗമ്മി സ്മൈൽ പോലുള്ള, അതായത് ചിരിക്കുമ്പോൾ അധികമായി മോണ കാണുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ഗം കോണ്ടോറിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗംസിൽ നമുക്ക് കുറേ പിഗ്മെൻറ്റേഷൻസ്, കറുത്ത പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പിഗ്മെൻറ്റേഷൻ ലേസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ ബ്ലീച്ചിങ്, ടീത്ത് ബ്ലീച്ചിങ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് പല്ല് വെളുപ്പിക്കുക. അത് പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ കേട്ടുവരുന്ന ഒന്നാണ് സെൻസിറ്റിവിറ്റി. ഇപ്പം ലേസേഴ്സ് അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ബ്ലീച്ചിങ്ങിന് സെൻസിറ്റിവിറ്റി കുറയുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു പരിധി വരെ സെൻസിറ്റിവിറ്റി കുറച്ചേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് കൂടാതെ ഡെന്റിസ്ട്രിയിൽ ഇഷ്ടംപോലെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ലേസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൗൺ ലെങ്തനിങ് പ്രൊസീജിയർ. അതായത് നീളം കുറഞ്ഞ പല്ലുകൾക്ക് നീളം വർദ്ധിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മോണ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നീട് കാണപ്പെടുന്ന ഒന്നാണ് നമുക്ക് താടിയലിൻ്റെ ജോയിൻ്റ് ഉണ്ടാകുന്ന വേദനകൾ. അങ്ങനെയുള്ള വേദന കുറയ്ക്കാൻ ഇത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ആളുകളിൽ കാണപ്പെടുന്ന ഒന്നാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്, അതായത് അൾസേഴ്സ്. ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന അസഹനീയമായ വേദന ഇതിനുണ്ടല്ലോ. അപ്പം ആ വേദന കുറയ്ക്കാനും ഈ ലേസേഴ്സ് വളരെ ഉത്തമമാണ്. പിന്നെ നമുക്ക് ഈ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവത്തില്ലേ, അതായത് മെയിൻലി ഓർത്തോ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന പേഷ്യൻസ് കേൾക്കുന്ന ഒന്നാണ് ഫ്രീനെക്ടമി. അപ്പോൾ അത് നമ്മൾ സ്കാൽപ്പൽസ് യൂസ് ചെയ്യാതെ തന്നെ ലേസേഴ്സ് യൂസ് ചെയ്തിട്ടും നമുക്കത് റെക്ടിഫൈ ചെയ്യാവുന്ന ഒന്നാണ്. അതുകൂടാതെ വേറെ 1-2 ചികിത്സാ രീതികളും കൂടി ഉണ്ട്. ഒന്ന്, നമ്മുടെ വായിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഗ്രോത്തുകൾ, അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബ്ലീഡിങ്ങും വേദനയും ഇല്ലാതെ നീക്കം ചെയ്യാൻ ഈ ലേസേഴ്സ് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഓരോ വ്യക്തികളും വ്യത്യാസപ്പെട്ടവരാണ്. അപ്പം ഒരാൾക്ക് പല്ലെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല, മറ്റു ചിലർക്ക് ഭയങ്കര അമിതമായ വേദന ഉണ്ടാകും. അങ്ങനെയുള്ള വേദന കുറയ്ക്കാൻ ഇത് വളരെ അധികം സഹായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ്. അതായത് ഒരു സർജറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നീരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലേസർ ചികിത്സയിൽ ഇത് രണ്ടും വളരെ റെയറായിട്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ.